അടുത്തത് രാജീവ് ഗാന്ധി. അപ്പോൾ നമ്മൾ ചരൺ സിംഗ് പഠിച്ചു. ചരൺ സിംഗ് എത്ര വർഷം ഉണ്ടായിരുന്നു? 1 വർഷം ഉണ്ടായിരുന്നുള്ളൂ. 80-ൽ പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വീണ്ടും വന്നു. 84 വരെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമായിരുന്നു. 84-ൽ അവർ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തി. 5 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം. 40-ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രിയായി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. പക്ഷെ പ്രധാനമന്ത്രിമാരെടുക്കും ഏറ്റവും കുറഞ്ഞ വയസ്സിൽ മരണപ്പെട്ട വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം 89 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 91-ൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. വളരെ കുറഞ്ഞ പ്രായത്തിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നതിന് ശേഷം കൊല്ലപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ്. പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നതിന് ശേഷം കൊല്ലപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 2ാമത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നതിന് ശേഷം കൊല്ലപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം ലോകസഭാ പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കൊല്ലപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്നതിന് ശേഷം കൊല്ലപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ലോകസഭാ പ്രതിപക്ഷ നേതാവായിരിക്കെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ കൊല്ലപ്പെട്ട ആദ്യത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിൽ HR ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ HR ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. HR ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി. ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ആയുധം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അഴിമതി ആരോപിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപിച്ചു. ആ കേസ് എന്താണ്? ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പിന്നെന്ത് പറഞ്ഞു? ഏറ്റവും കുറഞ്ഞ പ്രായത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആയതിനു ശേഷം കൊല്ലപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം ഇന്ത്യയിൽ HR ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച 2ാമത്തെ പ്രധാനമന്ത്രിയാണ്. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാ? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. തഷ്കന്റ് കരാർ ഒപ്പിട്ട പ്രധാനമന്ത്രിയെ. തഷ്കന്റ് കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം തഷ്കന്റിൽ വെച്ച് മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം മരണപ്പെട്ട അതേ വർഷം തന്നെ ഭാരതരത്നം കൊടുത്തു. 1966-ലാണ് മരണാനന്തര ബഹുമതിയായിട്ട് ശാസ്ത്രികൾക്ക് ഭാരതരത്നം ലഭിക്കുന്നത്. 91-ലാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം കൊല്ലപ്പെട്ട 91-ലാണ്. ആ വർഷം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചു. അപ്പൊ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച 2ാമത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഇത്രയും ഫോളോ ചെയ്തോ? ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ ടൈം ലൈനിൽ കുറച്ച് പോയിന്റുകൾ നോക്കാം. 1984 ഭോപ്പാൽ ദുരന്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1984 ഭോപ്പാൽ ദുരന്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഭോപ്പാൽ ദുരന്തം 84 ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്താണ് ഭോപ്പാൽ ദുരന്തം? 1984 ഡിസംബർ 2-3 തീയതികളിൽ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനിയിലുണ്ടായ ഗ്യാസ് ലീക്കേജ് നിമിത്തമുണ്ടായ ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം. 1984 ഡിസംബർ 2-3 തീയതികളിൽ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനിയിലുണ്ടായ ഗ്യാസ് ലീക്കേജ് നിമിത്തമുണ്ടായ ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ പ്രധാനമന്ത്രി. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ പ്രധാനമന്ത്രി. 1985-ലെ 52-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്
രാജീവ് ഗാന്ധിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കൂറുമാറ്റ നിരോധന നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭോപ്പാൽ ട്രാജഡി 1984 ഡിസംബർ 2-3 തീയതികളിൽ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനിയിലുണ്ടായ ഗ്യാസ് ലീക്കേജ് നിമിത്തമുണ്ടായ ദുരന്തമാണ്. ഒട്ടനവധി പേര് മരണപ്പെടുകയും പിന്നെ അതിന്റെ ദോഷഫലങ്ങൾ ഒരുപാട് പേര് അനുഭവിക്കുകയും ചെയ്ത ഒരു ദുരന്തമാണ് ഭോപ്പാൽ ട്രാജഡി. അപ്പൊ ഈ ഭോപ്പാൽ ട്രാജഡി സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം. കൂറുമാറ്റ നിരോധന നിയമം 85 ഏത് ഭേദഗതി പ്രകാരം? 52-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കി. 1985 അത് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അപ്പൊ ഈ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 52-ാം ഭേദഗതി 1985. വോട്ടിംഗ് ഏജ്, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ പ്രധാനമന്ത്രി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 61-ാം ഭേദഗതി 21-ൽ നിന്ന് 18 ആക്കി. അപ്പൊ 21 കാണുമ്പോൾ 61 മനസ്സിലാക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ് 61-ാം ഭേദഗതി. 21-ൽ നിന്ന് 18 ആക്കിയത് വോട്ടിംഗ് പ്രായം ഏത് ഭേദഗതി പ്രകാരമാണ്? 61-ാം ഭേദഗതി 1989-ലെ 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി നടപ്പിലാക്കിയത് 88-ലാണ്, 1988-ലാണ്. പക്ഷെ ഈ നിയമം നിലവിൽ വന്നത് 89-ലാണ്. അതുകൊണ്ടാണ് പുസ്തകങ്ങളിൽ 61 1989. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ വർഷം ഏതാണ്? 1989. ഏത് ഭേദഗതിയിലൂടെ? 61-ാം ഭേദഗതിയിലൂടെ ആക്കിയ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, ഇന്ത്യയിൽ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. പുത്തൻ വിദ്യാഭ്യാസ നയം 1986-ലാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. ഇത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. നിങ്ങൾക്ക് വന്നു ഭോപ്പാൽ ദുരന്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. 52-ാം ഭേദഗതി 1985. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ പ്രധാനമന്ത്രി. 21 ആണെന്ന് തന്നെ എന്ത് ആലോചിക്കണം? 61-ാം ഭേദഗതിയാണ്. ഏത് വർഷം? 1989-ലാണ് ഈ നിയമം നിലവിൽ വന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഇന്ത്യയിൽ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ്. ഏത് വർഷമാണ്? 1986. ഇപ്പോൾ ഒരു പുതിയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. മോദി സർക്കാർ പുത്തൻ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നയം കൊണ്ടുവന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1986-ലാണ് പുത്തൻ വിദ്യാഭ്യാസ നയം ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. രാജീവ് ഗാന്ധിയാണ് നടപ്പിലാക്കിയത്. ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുള്ള പോയിന്റുകളല്ല. ഓക്കെ, അപ്പൊ അത് ഫോളോ ചെയ്തു എന്ന് കരുതുന്നു. ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 20. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. സദ്ഭാവനാ ദിനമായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 ആചരിക്കുന്നത്. ഫിറോസ് ഗാന്ധി ഇദ്ദേഹത്തിന്റെ ഫാദർ, ഇന്ദിരാഗാന്ധി അമ്മ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്കും ഫിറോസ് ഗാന്ധിക്കും ഒരു മകനുണ്ടായി. ഓഗസ്റ്റ് 20-നാണ് ആ ഡേറ്റ്. അന്ന് എന്താ പറയാ, സദ്ഭാവനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ സദ്ഭാവന, ഇദ്ദേഹം മെയ് 21-ന് കൊല്ലപ്പെട്ടു. 1991 മെയ് 21-നാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് 1991 മെയ് 21-ന് ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ആചരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായിട്ടും ഇദ്ദേഹം കൊല്ലപ്പെട്ട മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ആചരിക്കുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതാണ്. രാജീവ് ഗാന്ധിയെ 1991 ഇദ്ദേഹം ലോകസഭ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ശ്രീപെരുമ്പത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, ലോകസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഇറങ്ങിയതാണ് രാജീവ് ഗാന്ധി. ആ സമയത്ത് സൂയിസൈഡ് ബോംബർ ആയിരുന്ന തനു എന്നൊരു സ്ത്രീ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനെന്നുള്ള മട്ടില് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും ബോംബ് പൊട്ടിച്ച് ഇദ്ദേഹത്തെ കൊല്ലുകയും അങ്ങനെ 14 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആരാണ് കൊന്നത്? തനുവാണ് കൊന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നത് തനു എന്ന ഒരു ലേഡിയാണ്. അവരുടെ ശരിക്കുള്ള പേര് തെന്മൊഴി രാജരത്നം എന്നാണ്. പക്ഷെ നമ്മുടെ PSC റാങ്ക് ഫയലുകളിൽ തനു എന്നുള്ള പേരുകളാണ് രാജീവ് ഗാന്ധിയുടെ ഗാഥയ്ക്കാരൻ തനു. ഓക്കെ, 1991 മെയ് 21-ന് എവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്? ശ്രീപെരുമ്പത്തൂർ, തമിഴ്നാട്. മെയ് 21 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, ഇപ്പോ ഈ തനു എന്നുള്ള സ്ത്രീക്ക് ഇത്രയും വലിയൊരു ആൾക്കൂട്ടമുള്ളതിനിടയിലേക്ക് ഇങ്ങനെ ഇത്രയും ലോകസഭാ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്കൊക്കെ വരണമെങ്കിൽ അവരെത്തിപ്പെടണമെങ്കിൽ അവരുടെ സുരക്ഷാ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അപ്പൊ
അപ്പൊ ഈ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് JS വർമ്മ കമ്മീഷൻ. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷനാണ് JS വർമ്മ കമ്മീഷൻ. ഈ രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷനാണ് ജെയിൻ കമ്മീഷൻ. സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷൻ JS വർമ്മ കമ്മീഷൻ. ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷൻ ജെയിൻ കമ്മീഷൻ. ഓക്കെ, രണ്ട് കമ്മീഷനുകളുണ്ട്. സുരക്ഷാ വീഴ്ച വർമ്മ കമ്മീഷനും അന്വേഷിച്ചു, ഗൂഢാലോചന ജെയിൻ കമ്മീഷനും അന്വേഷിച്ചു. എന്ത് വർഷമാണ് കൊല്ലപ്പെട്ടത്? 91 മെയ് 21. എവിടെ വെച്ചിട്ട്? തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചിട്ടാണ്. ആരാണ് കൊന്നത്? ഘാതകിയുടെ പേരെന്താ? തനു. മെയ് 21 എന്ത് ദിനമായി ആചരിക്കുന്നു? ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ്? ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ആചരിക്കുന്നത്. ഓക്കെ, രാജീവ് ഗാന്ധിയുടെ റെസ്റ്റിംഗ് പ്ലേസ് വീർഭൂമി. വീർഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ റെസ്റ്റിംഗ് പ്ലേസ്. ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ റെസ്റ്റിംഗ് പ്ലേസ് ഏതാണ്? ശക്തി സ്ഥൽ അല്ലേ? ശക്തി സ്ഥലം വീർഭൂമി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത, ശക്തിയൊക്കെ ഒരുപാടുള്ള സ്ത്രീയാണ്. ശക്തി സ്ഥലമാണ് റെസ്റ്റിംഗ് പ്ലേസ്. അപ്പോൾ അവരുടെ മകൻ വീരചരമം അടഞ്ഞു എന്ന കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീർഭൂമി കിട്ടും. രാജീവ് ഗാന്ധിയുടെ റെസ്റ്റിംഗ് പ്ലേസ് ഏതാണ്? വീർഭൂമിയാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കർണാടകയിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കർണാടകയിലാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്റർനാഷണൽ എയർപോർട്ടും ഹൈദരാബാദിലാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ഹൈദരാബാദിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? കർണാടകയിലാണ്. നമുക്ക് രാജീവ് ഗാന്ധിയെ കുറിച്ചുള്ള പോയിന്റുകൾ ഒന്നുകൂടെ നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജീവ് ഗാന്ധി 1984 മുതൽ 89 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചിരുന്നത്. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ്. പ്രധാനമന്ത്രി ആയതിനു ശേഷം കൊല്ലപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ്. ഫസ്റ്റ് പേഴ്സണാലിറ്റി ഇന്ദിരാഗാന്ധി, സെക്കൻഡ് രാജീവ് ഗാന്ധി. ലോകസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ HR ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രിയാണ്. ബോഫേഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി. ആദ്യ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി, വർഷം 1966. രണ്ടാമത് രാജീവ് ഗാന്ധിക്ക് 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത്. ഭോപ്പാൽ വാതക ദുരന്ത സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ഭോപ്പാൽ വാതക ദുരന്തം 1984. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ പാസാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഏത് ഭേദഗതി പ്രകാരം? 52ാം ഭേദഗതി. 1985 52ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. എന്താണ് കൂറുമാറ്റം? കൂറുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അധികാരത്തിലേറുകയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തത്വങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയാം. അപ്പൊ ഈ കൂറുമാറ്റം നിരോധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് ആര്? രാജീവ് ഗാന്ധി. ഏത് ഭേദഗതിയിലൂടെ? 1985 52ാം ഭേദഗതിയിലൂടെ. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയ പ്രധാനമന്ത്രി. 21 കാണുമ്പോ അപ്പൊ ഏത് ഭേദഗതി ആലോചിക്കണം? 21 കാണുമ്പോൾ അപ്പൊ 61 ആലോചിക്കണം കേട്ടോ. 61 1988 ഭേദഗതി വന്നതെങ്കിലും ഈ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 ആണ്. നിയമം പാസ്സായത് 1989 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയ വർഷം ഏതാണ്? 1989. ഏത് ഭേദഗതിയിലൂടെ? 61ാം ഭേദഗതിയിലൂടെ. ആരാണ് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി. ഇന്ത്യയിൽ പുത്തൻ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 1986 വർഷം. 1986 ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുക പുത്തൻ വിദ്യാഭ്യാസ നയം. 1986. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായിട്ടും അദ്ദേഹത്തിന്റെ ചരമദിനമായ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായിട്ടും ആചരിക്കുന്നു. 1991 മെയ് 21 അദ്ദേഹം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഘാതകിയുടെ പേരാണ് തനു. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷനാണ് വർമ്മ കമ്മീഷൻ. ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതമായ കമ്മീഷനാണ് ജെയിൻ കമ്മീഷൻ. രാജീവ് ഗാന്ധിയുടെ റെസ്റ്റിംഗ് പ്ലേസ് ഏതാണ്? വീർഭൂമി. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കർണാടകയിലും രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്റർനാഷണൽ എയർപോർട്ടും ഹൈദരാബാദിലുമാണ്. അപ്പൊ ഇതൊക്കെയാണ് രാജീവ് ഗാന്ധിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമുക്ക് അടുത്ത പ്രധാനമന്ത്രിയെ നോക്കാം. അടുത്തത് VP സിംഗ്. ഇദ്ദേഹം 1989 മുതൽ 90 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത്. 89 മുതൽ 90 വരെ VP സിംഗ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്.
ആദ്യ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ആദ്യ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഇത് PSC ആൻസർ കീയിലുള്ളതാണ്. ആദ്യ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രി VP സിംഗ്. ചില ബുക്കുകളിൽ ചരൺ സിംഗിന്റെ അവിടെ എഴുതിയിട്ടുണ്ട് ആദ്യ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രിന്ന്. പക്ഷെ PSCയുടെ ആൻസർ കീ പ്രകാരം VP സിംഗ് ആണ് ആദ്യ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രി. അപ്പൊ ഇത് പഠിച്ചാൽ മതി. ആദ്യത്തെ ന്യൂനപക്ഷ ഗവൺമെന്റ് നയിച്ച പ്രധാനമന്ത്രി VP സിംഗ്. ആദ്യ തൂക്കുമന്ത്രിസഭയുടെ തലവൻ. അപ്പൊ ആദ്യ തൂക്കുമന്ത്രിസഭ BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണയോട് കൂടിയാണ് VP സിംഗ് ഭരിച്ചത്. അതുകൊണ്ട് ആദ്യ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് VP സിംഗ് ആണ്. ആദ്യത്തെ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രി, ആദ്യ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രി, ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോട് കൂടി ഭരിച്ച പ്രധാനമന്ത്രി എന്നിവ ആരാണ്? VP സിംഗ് ആണ്. രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞില്ലേ മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി. എന്തിനു വേണ്ടിയിട്ടാണ് നിയമിച്ചത്? പിന്നോക്ക സമുദായ സംവരണത്തിനായിട്ടാണ് മണ്ഡൽ കമ്മീഷൻ നിയമിച്ചത്. പിന്നോക്ക സമുദായ സംവരണത്തിനായിട്ട് മണ്ഡൽ കമ്മീഷൻ നിയമിച്ചത് മൊറാർജി ദേശായി ആണെങ്കിൽ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ് ആണ്. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യത്തെ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രി, ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. മണ്ഡൽ കമ്മീഷനെ മൊറാർജി ദേശായി നിയമിച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് ആരാണ്? VP സിംഗ് ആണ്. രാജിവെച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജിവെച്ചത് മൊറാർജി ദേശായിയാണ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. അപ്പൊ മൊറാർജി ദേശായിയും VP സിംഗും നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. മണ്ഡൽ കമ്മീഷൻ നിയമിച്ചത് മൊറാർജി ദേശായി, റിപ്പോർട്ട് നടപ്പിലാക്കിയത് VP സിംഗ്. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ്. കണ്ടോ? അപ്പൊ രണ്ടും ചെറിയ ടേം വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു മാർക്ക് പോകും. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള VP സിംഗിനെ കുറിച്ചുള്ള പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. VP സിംഗ് 1989 മുതൽ 90 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. രാജകുടുംബത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ആദ്യത്തെ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച പ്രധാനമന്ത്രി, ആദ്യ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രി, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തത് ചന്ദ്രശേഖർ. അടുത്ത പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖർ. 90 മുതൽ 91 വരെയാണ് ചന്ദ്രശേഖറിന്റെ കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ചന്ദ്രശേഖർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മേരി ജയിൽ ഡയറി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മേരി ജയിൽ ഡയറി. ഇദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖറാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മേരി ജയിൽ ഡയറി. അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഏകതാസ്ഥൽ. അപ്പോൾ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിന്റെയും റെസ്റ്റിംഗ് പ്ലേസ് മെൻഷൻ ചെയ്യുന്നില്ല. നമ്മളോട് ചോദിക്കാവുന്നതാ. PSC ചോദിക്കുന്ന മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ. ചന്ദ്രശേഖരന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഏതാണ്? ഏകതാസ്ഥലാണ്. ചന്ദ്രശേഖർ 1990 മുതൽ 91 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്നു. മേരി ജയിൽ ഡയറി എന്ന പുസ്തകം എഴുതിയത് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഏകതാസ്ഥൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാരാണ്? 2 പേരെയാണ്, VP സിംഗും ചന്ദ്രശേഖറും. VP സിംഗ് 1989 മുതൽ 90 വരെ കാലഘട്ടം രാജകുടുംബത്തിലാണ് ജനിച്ചത്. ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ തൂക്കുമന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയാണ്. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും പിന്തുണയോടുകൂടി ഭരിച്ച പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള അടുത്ത പോയിന്റ് എന്തായിരുന്നു? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തത് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ചന്ദ്രശേഖർ 90 മുതൽ 91 വരെയാണ് കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മേരി ജയിൽ ഡയറി. അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഏതാണ്? ഏകതാസ്ഥൽ. ഇത്രയും പോയിന്റുകൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഇന്ദിരാഗാന്ധി കഴിഞ്ഞതിന് ശേഷം മൊറാർജി ദേശായി എടുത്തു, ചരൺ സിംഗ് എടുത്തു, രാജീവ് ഗാന്ധി എടുത്തു, VP സിംഗ്, ചന്ദ്രശേഖർ. അപ്പൊ ഇത്രയും പ്രധാനമന്ത്രിമാരെ പഠിച്ചു. തുടക്കത്തിൽ നമ്മൾ ആരെ പഠിച്ചു? നെഹ്റുവിനെ പഠിച്ചു, ഗുൽസാർലാൽ നന്ദ, ലാൽ ബഹാദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി. ഒത്തിരി പോയിന്റുകളുണ്ട്. നന്നായി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇന്നത്തെ പോർഷന്റെ ബാക്കിയുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനൊക്കെ നോക്കാം.